बैग कहाँ पर है बाकी लोगों की? हाँ, ये तो स्कूल तो है ना तुम्हारे स्कूल में, ये तुम्हारा स्कूल नहीं है। शाळेचं नाव काय? स्कूल कौन सा है? मराठी हाँ, सोफिया मस्जिद के पास है। उधर क्या स्कूल है? उधर क्या स्कूल के बच्चे आप भी स्कूल के नहीं हो तो आपको यहाँ पर लाया कौन? बोलो बोलो, नाम बोलो, डरो मत, डरो मत। कौन लाया? बोलो। चॉकलेट രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് അതിഗുരുതരമാണ്, പരിതാപകരമാണ്, ദയനീയമാണ്. ഈ കാഴ്ച എന്താണ് നമ്മളോട് പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം രാജ്യത്തുടനീളം ഈ പറയുന്ന വിദ്യാർത്ഥികൾ സ്കൂൾ ടീക്കറോ എന്നുള്ളൊരു ക്യാമ്പയിൻ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഗവൺമെൻറ് സ്കൂളുകൾ അരിച്ചു പെറുക്കി നടക്കുകയാണ്, അവിടുത്തെ ശോചനീയാവസ്ഥകളും അവിടുത്തെ ദുരന്തങ്ങളെയും തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് CJPയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ മഹാരാഷ്ട്രയിലെ തൻ്റെ ഗ്രാമത്തിനടുത്തുള്ള ഈ പറയുന്ന സ്കൂളിലെത്തിയപ്പോൾ അവിടെ കണ്ട വിദ്യാർത്ഥികൾ ആ സ്കൂളിലേ അല്ല. ഈ കുഞ്ഞു മനസ്സിൽ കളങ്കമില്ലല്ലോ, ആ കുട്ടികൾ അത് തുറന്നു പറഞ്ഞു. അപ്പം എന്തിനു വേണ്ടിയാ മറ്റൊരു സ്കൂളിൽ നിന്ന് താൽക്കാലികമായി വിദ്യാർത്ഥികളെ പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക? എന്തേ കാരണം? ആർക്ക് വേണ്ടിയാ? ആരെയോ കാണിക്കാൻ വേണ്ടി. ഇതൊന്നുമല്ല നിങ്ങൾ രാജ്യത്തെ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നോ കുട്ടികളെ പിടിച്ചു കൊണ്ടുവന്ന് മറ്റേതോ സ്കൂളിൽ നിന്ന് കുട്ടികളെ പിടിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, ഇപ്പോഴും ശ്രമിക്കുന്നത് ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ ഒന്ന് അവിടുത്തെ പ്രോബ്ലങ്ങൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയല്ല ശ്രമിക്കുന്നത്, മറിച്ച് തങ്ങൾക്ക് സൽപ്പേരുണ്ടാക്കാൻ വേണ്ടി മറ്റു പലയിടത്തു നിന്നും വിദ്യാർത്ഥികളെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തുകയാണ്. ഇത് നമ്മൾ മുമ്പ് ഈ പറയുന്ന സിനിമകളിലൊക്കെ കണ്ട്, പഴയ സിനിമകളിൽ അല്ലേ, വിദ്യാർത്ഥികളെ വേറെ സ്കൂളിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് ഈ മറ്റേ കണക്കെടുപ്പിന് വരുമ്പോൾ തലയെണ്ണാൻ വരുമ്പോൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തുന്ന ഒരു സ്ഥിതിവിശേഷം അല്ലേ. അപ്പം അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഇപ്പോഴും ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ള ജീർണത, പ്രശ്നങ്ങൾ, ദുരവസ്ഥ, ദുരന്തമായിട്ടുള്ള സ്കൂളുകൾ, ഇതൊന്നും ഫിക്സ് ചെയ്യാനല്ല ശ്രമങ്ങൾ നടത്തുന്നത്, മറിച്ച് അവിടെ താൽക്കാലികമായിട്ട് ഇപ്പം മീഡിയ വരുന്നു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരുന്നു, ഇതാരെങ്കിലൊക്കെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നു, അതിന് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ താൽക്കാലികമായിട്ട് വിദ്യാർത്ഥികളെ പോലും അടുത്തുള്ള പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നിരുത്തുന്ന കാഴ്ച എത്ര ദയനീയമാണ് എന്ന് പറയുന്നതിലപ്പുറം ഇതൊരു വലിയ പ്രശ്നമായി മാറുകയാണ്. എന്താ സംഭവിക്കാൻ പോകുന്നത്? രാജ്യത്ത് ഈ വിദ്യാസമ്പന്നരല്ലാത്ത ഒരു വിഭാഗം വളർന്നു വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സംഘ് പരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാ സംഘ് പരിവാറിന് അങ്ങനെ ഒരു കൂട്ടം? അക്ഷരാഭ്യാസമില്ലാത്ത, വിദ്യാസമ്പന്നരല്ലാത്ത ഒരു കൂട്ടം എന്തിനാ? എന്നാലേ ഈ അന്ധ് ഭക്ത് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് നിലനിൽക്കുകയുള്ളൂ. കാരണം അവൻ ബുദ്ധിയില്ലാത്തവനാവണം, അവൻ അക്ഷരാഭ്യാസമില്ലാത്തവനാവണം, അവൻ വിവരമില്ലാത്തവനാവണം, എന്നെങ്കിലേ അവൻ അന്ധഭക്താകുള്ളൂ. അക്ഷരാഭ്യാസവും വിദ്യാഭ്യാസവും വിവരമുള്ള അവിടെ കിട്ടൂല, അവൻ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും നിരന്തരം. അപ്പം ഈ അന്ധഭക്തി ഉണ്ടെങ്കിലേ എന്ത് നടക്കുള്ളൂ? അക്രമങ്ങളും കലാപങ്ങളും ഉണ്ടാകുള്ളൂ. ആൾക്കൂട്ടാക്രമണങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും ഈ പറയുന്ന കലാപങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ ഉണ്ടാകണമെങ്കിൽ അന്ധഭക്തി വേണം. എന്നാലേ ഈ അന്ധഭക്തി ഉണ്ടെങ്കിലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് മാത്രമല്ല, ഈ അന്ധഭക്തി ഉണ്ടെങ്കിലേ അധികാരവും നിലനിർത്താൻ കഴിയുള്ളൂ. വളരെ കൃത്യമാണ്. അപ്പോൾ അവിടെ ഇന്ന് വരുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. രാജ്യത്ത് 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ബില്ല് കൊണ്ടുവരാൻ പോകുന്നു.
ഒരു കാര്യം ഉറപ്പാ. എന്താണത്? 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി അത് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തേ കാരണം? 2029 തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിച്ച് കയറാനുള്ള, അതോടുകൂടി എലക്ഷൻ എന്ന് പറയുന്ന സംഭവമേ നിർത്തലാക്കാനുള്ള ഒരു നിലപാടിലേക്ക്, ഒരു പദ്ധതിയിലേക്കാണ് കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതൊരു ഭാഗത്ത് അവിടെ നിൽക്കുന്നു. മറുഭാഗത്ത് ഈ പറയുന്ന ഏറ്റവും ഒരു രാജ്യത്തിൻ്റെ, ഇപ്പം നമ്മൾ പല രീതിയിലുള്ള ലോകത്തെ ഭരണാധികാരികളെ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഊന്നൽ നൽകിയത് വിദ്യാഭ്യാസത്തിനാണ്. അത് പല രീതിയിൽ, രണ്ട് തരത്തിൽ വിദ്യാഭ്യാസത്തെ നോക്കിക്കണ്ടവരുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസം കൊണ്ട് രാജ്യത്തെ, നാടിനെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഭരണാധികാരികൾ. എന്നാൽ ഇന്ന് നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? വിദ്യാഭ്യാസം ഉണ്ടായാൽ തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരി, അല്ലെങ്കിൽ തകർത്തുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ. തകർക്കാൻ ശ്രമിക്കുന്ന എന്ന് പറഞ്ഞാൽ ആ പ്രയോഗം തെറ്റാണ്. തകർത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പാസ്റ്റ് ടെൻസിൽ പറയണം. വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയ ഭരണാധികാരികൾ. എന്തിന്? തങ്ങളുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട്. ആലോചിക്കണം. ഇപ്പം നമുക്കെല്ലാവർക്കും, മലയാളിക്കെല്ലാം പ്രത്യേകിച്ച് പരിചയമുള്ള ഒരു നാടാണ് ഈ ദുബൈ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ ദുബൈ UAE ആയി മാറി എന്ന് പറഞ്ഞാൽ ദുബൈ, അബുദാബി, ഷാർജ എന്നൊക്കെ പറയുന്നത് പല എമിറേറ്റ്സുകളായിരുന്നു. അതൊരു രാജ്യമായിട്ട് രൂപം കൊണ്ടു, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. അന്ന് ഷെയ്ഖ് സായിദ്, അവരുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് അന്ന് ചെയ്തത് എന്താ? അന്ന് ചെയ്തത് അന്നത്തെ ആ തലമുറയിലുള്ള ജനതയെ, വിദ്യാർത്ഥികളെ, യുവാക്കളെ സർക്കാർ സ്പോൺസർഷിപ്പിൽ, കുടുംബങ്ങൾക്കോ മാതാപിതാക്കൾക്കോ ₹1 ചെലവില്ലാതെ എല്ലാ എക്സ്പെൻസും സർക്കാർ വഹിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിൽ അയച്ച് പഠിപ്പിച്ച് വലിയ വിദ്യാസമ്പന്നരാക്കി മാറ്റി. ഇന്ന് നിങ്ങളൊന്ന് ദുബൈയിലോ അല്ലെങ്കിൽ UAE പോയിട്ടുള്ള ആളുകളെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വിദ്യാഭ്യാസത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ദുബൈ എന്ന് പറയുന്ന UAE എന്ന് പറയുന്ന രാജ്യവും അതുപോലെ ഒമാൻ എന്ന് പറയുന്ന രാജ്യവും, ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുമേ. രണ്ടിടത്തുള്ള വിദ്യാഭ്യാസ പുരോഗതിയുടെ ഒരു വലുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഇപ്പം ദുബൈയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ഇപ്പം UAE പൗരന്മാരായിട്ടുള്ള ഇമാറാത്തികളായിട്ടുള്ള വ്യക്തികൾ ടാക്സി ഡ്രൈവർമാരായിട്ടുണ്ടാവില്ല. ഈ പറയുന്ന എന്താ പറയണ്ടേ, സ്ഥാപനങ്ങളിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുണ്ടാവില്ല. അതുപോലെ സ്കൂളുകളിൽ ആയമാരായിട്ടുണ്ടാവില്ല. അതുപോലെ ഈ പറയുന്ന കടകളുണ്ടല്ലോ, സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കടകൾ, ഇത്തരം കടകളിൽ ജോലിക്ക് നിൽക്കുന്ന ഇമാറാത്തികളെ നിനക്ക് കാണാൻ പറ്റില്ല. എന്താ കാരണം? അവർ അവിടുത്തെ ഹയറാർക്കിയിലെ ഏറ്റവും ടോപ്പ് ലെവൽ എംപ്ലോയീസാണ് അവരൊക്കെ. എന്നാൽ മസ്കറ്റിൽ, ഒമാനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കാണാൻ പറ്റും? അവിടുത്തെ ഒമാനികളായിട്ടുള്ള ടാക്സി ഡ്രൈവർമാരുണ്ട്, അവർക്ക് മാത്രമേ ടാക്സി ഓടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ സെക്യൂരിറ്റി ജീവനക്കാർ ഒമാനികളാണ്, അവർക്ക് മാത്രമേ ആ ജോലി പറ്റുള്ളൂ. വിദേശിക്ക് വന്നിട്ട് സെക്യൂരിറ്റി ജീവനക്കാരനാകാൻ വഴിയില്ല. അതുപോലെ സ്കൂളുകളിൽ ആയമാരായിട്ട് ഒമാനികളാണ്. അതുപോലെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റുകളിൽ, ബില്ലിംഗ് കൗണ്ടറുകളിൽ ഒമാനികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒമാനികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ ഒരു രണ്ട് തരത്തിലുള്ള മാറ്റങ്ങളുടെ ഫലമാണിതൊക്കെ. അപ്പം ഞാൻ പറയുന്നത് ഓരോ ഭരണാധികാരിയും ചിന്തിക്കുന്ന ചിന്തകളെക്കുറിച്ച് പറഞ്ഞതാ. അപ്പോൾ ഇനി ദുബൈ വിട്ട്, UAE വിട്ട്, ഒമാൻ വിട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് വന്നാലോ? ഇന്ത്യയിലേക്ക് വന്നാൽ നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾ എന്തുണ്ടാക്കി? മുൻ ഭരണാധികാരികൾ IIT ഉണ്ടാക്കി, IIM ഉണ്ടാക്കി, ISRO ഉണ്ടാക്കി, അങ്ങനെ പലതും ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ ഭരണാധികാരികൾ ഇതിനെയൊക്കെ തകർത്ത്, എന്തിന്? പ്രൈമറി സ്കൂളുകളെ പോലും തകർത്ത് തരിപ്പണാക്കുക. വിദ്യാഭ്യാസം വേണ്ട എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് നരേന്ദ്രമോദിക്കും സംഘ് പരിവാറിനുമുള്ളത്. എന്തേ കാരണം? ബിക്കോസ്
ഈ അന്ധഭക്തരുണ്ടാവണമെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാവാതിരിക്കണം, വിദ്യാസമ്പന്നരല്ലാതിരിക്കണം. അപ്പം അതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം ഇന്നലെ ഞാൻ പങ്കുവെച്ച ഒരു വീഡിയോ. ഏത് ഷുഗർ, പഞ്ചസാരയുടെ വില വർധനവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ, മുസ്ലിങ്ങളാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി, അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന പഞ്ചസാരയുടെ വില വർദ്ധിപ്പിച്ചത്. എത്ര ഈസി ആയിട്ടാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഭരണാധികാരികൾ രക്ഷപ്പെടുന്നത് നോക്കണം. കാരണം എന്താ, അന്ധഭക്തർ രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. ആ രണ്ട് കാരണങ്ങളെന്ന് പറയുന്നത്, രണ്ട് പ്രശ്നങ്ങളെന്ന് പറയുന്നത്, രണ്ട് ഗുരുതര പ്രശ്നങ്ങളെന്ന് പറയുന്നത്, ഒന്ന് പഞ്ചസാരയുടെ വിലക്കയറ്റാണ്. ആ വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വെറുപ്പ് കൊണ്ട്, വിദ്വേഷം കൊണ്ട് സാധിച്ചു. രണ്ടാമത്തത്, എന്തുകൊണ്ടാണ് ഈ പഞ്ചസാരയുടെ വിലയിൽ ക്രമാതീതമായ വർധനമുണ്ടായത്? അതിനുള്ള കാരണം രാജ്യത്ത് എത്തനോൾ നിർമ്മാണമാണ്. അപ്പോൾ ഈ എത്തനോൾ നിർമ്മാണം ആർക്ക് വേണ്ടിയിട്ടാണ്? ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയുടെ മകൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ വിഷയത്തിൽ നിന്നും വളരെ ഈസി ആയിട്ട് രക്ഷപ്പെടാൻ വെറുപ്പ് കൊണ്ടും വിദ്വേഷം കൊണ്ടും മാത്രം ജീവിക്കുന്ന അന്ധഭക്തരുള്ളത് കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ രാജ്യം നേരിടുന്ന ഒരു പ്രതിസന്ധി നേരിടാൻ ഈ അന്ധഭക്തരുള്ളത് കൊണ്ട് വളരെ ഈസി ആയിട്ട് രാജ്യത്തെ ഭരണകൂടത്തിന് സാധിക്കുകയാണ്. അതുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ആര് ഭരണാധികാരികൾ ആഗ്രഹിക്കുന്നത്. എന്ത് ചോദ്യം ചോദിക്കാൻ പാടില്ല, എന്ത് പറഞ്ഞു കൊടുത്താലും വെള്ളം തൊടാതെ വിഴുങ്ങുന്ന മണ്ടന്മാരായിരിക്കണമുള്ളത് രാജ്യത്ത്. വിദ്യാഭ്യാസമുള്ള, അക്ഷരാഭ്യാസമുള്ള, വിവരമുള്ള, ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ രാജ്യത്തുണ്ടായിക്കഴിഞ്ഞാൽ തങ്ങളുടെ അധികാരത്തിന് തന്നെ അത് നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നുള്ള തിരിച്ചറിവാണ് പ്രൈമറി സ്കൂളുകളെ അടക്കം തകർക്കാൻ ഒരു ഭരണകൂടം പണിയെടുക്കുന്നത്. സാധാരണഗതിയിൽ ഭരണകൂടങ്ങൾ എന്താ പണിയെടുക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയെ, ആരോഗ്യ മേഖലയെ, ഫിനാൻഷ്യൽ മേഖലയെ, സാമ്പത്തിക മേഖലയെ എല്ലാത്തിനെയും ബൂസ്റ്റ് ചെയ്യാൻ, അതിനെ മെച്ചപ്പെടുത്താൻ പണിയെടുക്കും. എന്നാൽ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ ഏറ്റവും അവർ ലക്ഷ്യം വെക്കുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. കാരണം എന്താ, ആ വിദ്യാഭ്യാസ മേഖലയെ തകർത്താലേ ഈ പണി നടക്കുള്ളൂ എന്നുള്ളത് അവർക്കറിയാം.